നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും വാസ്തുഭവനം എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ നിരന്തരം കുറേ ഞാൻ പണിത വാസ്തുവിദ്യ അനുസരിച്ചിട്ടുള്ള നല്ല വീടുകളുടെ വിശേഷങ്ങളാണ് ഞാൻ ഇതുവരെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു വീട് കാണിക്കുകയുണ്ടായി. വാസ്തുവിദ്യ പ്രകാരം ആറ്റിങ്ങലിനടുത്ത് പണിത ഒരു നല്ല വീട്ടിൻ്റെ വിശേഷമാണ് ഞാൻ അതുവഴി നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീട് ഞാൻ പൂർത്തിയാക്കിയതിന് ശേഷം പത്രത്തിലും ടി വിയിലും ഒക്കെ തന്നെ ആ വീടിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ അത് പിന്നെ ശരിക്കും ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഏഷ്യാനെറ്റ് ചാനൽ കാണിക്കുകയും അത് മുഖാന്തരം പല ആളുകളും ആ വീടിൻ്റെ എലിവേഷൻ്റെ ഭംഗി കാണുകയും വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഞാൻ ചെയ്ത നല്ലൊരു വീടാണെന്നുള്ള അഭിപ്രായം ഉണ്ടാവുകയൊക്കെ ചെയ്ത ഒരു എനിക്ക് വളരെ സന്തോഷം തന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കുവച്ചത്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് അതിൽ നിന്ന് കുറച്ചുകൂടി എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഒരു വിശേഷമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടാണ്. ഇതേ വീടിൻ്റെ ഇത് കണ്ടിട്ട് അതേപോലെ ഒരു വീട് എനിക്ക് പണിയണം എന്ന് പറഞ്ഞ് ഒരു വീട്ടുടമസ്ഥൻ എന്നെ സമീപിക്കുകയും ആ പ്ലാന് ഒരു വ്യത്യാസം പോലും വരാതെ എലിവേഷൻ, അവർക്ക് പ്ലാനിനകത്ത് കുറച്ച് ചെറിയ ചേഞ്ചുകൾ വന്നെങ്കിലും എലിവേഷനിൽ ഒരു മാറ്റവും വരാത്ത രീതിയിൽ അവർ വളരെ നിഷ്ഠയോടുകൂടി അത് വേണം എന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി എന്നെ കൊണ്ട് പുതിയൊരു വീട്ടിൻ്റെ പ്ലാന് വരയ്ക്കുകയും അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളിലേക്ക് കടക്കാനും എനിക്കൊരു ഭാഗ്യമുണ്ടായി. അത് എനിക്ക് വളരെ ഒരു അംഗീകാരമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു. ഈ വീട് നമ്മൾ അടൂരിനടുത്ത് കടമ്പനാട് എന്നുള്ള ഒരു സ്ഥലത്താണ് പണിത് പൂർത്തിയാക്കിയത്. ഏകദേശം 2512 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ്. അതിൻ്റെ ഏരിയ അത്രയുണ്ട്. അതോടൊപ്പം 50 സെൻറ്റിനകത്ത് ലാൻഡ് ഏരിയ ഉള്ള ഒരു പ്ലോട്ടും ആണ് ഇത് വീട് പണിയാനായിട്ട് എനിക്ക് സൗകര്യം കിട്ടിയിട്ടുള്ളത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത വീടിൻ്റെ എലിവേഷൻ നിങ്ങൾ പുതുതായിട്ട് കാണുന്നവർക്കും കൂടി മനസ്സിലാവത്തക്ക രീതിയിൽ ഞാൻ ഒന്നുകൂടി വിശദമായിട്ട് അതിൻ്റെ എലിവേഷനും കാര്യങ്ങളും ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീട്ടിൻ്റെ വാസ്തുപരമായും അതിൻ്റെ നിർമ്മാണ ശൈലിയും എല്ലാം ഒന്നുകൂടി നമുക്ക് അടുത്തറിയാൻ നോക്കാം. എനിക്ക് നിങ്ങളോട് എൻ്റെ ഈ പ്രോഗ്രാം കാണുന്ന ഈ യൂട്യൂബ് വഴി എൻ്റെ വീടുകൾ പരിചയപ്പെടുന്ന ആൾക്കാരുടെ പ്രത്യേകിച്ച് വളരെ സ്നേഹത്തോടുകൂടി എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ ഈ പ്രോഗ്രാം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രോത്സാഹനം എനിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ ആൾക്കാരും അത് സബ്സ്ക്രൈബ് ചെയ്യും. അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും എനിക്ക് തരണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീട്ടിൻ്റെ യഥാർത്ഥ വിശേഷങ്ങളിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ വീടിൻ്റെ പ്ലാനും അതിൻ്റെ വാസ്തുപരമായ കാര്യങ്ങളും അതിൻ്റെ നിർമ്മാണവും ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, ഇത്തരം ഒരു വീട് ഞാൻ ഒരുപാട് വീടുകൾ വാസ്തുവിദ്യ അനുസരിച്ചിട്ട് കേരളീയ ശൈലിയിൽ തനിമയോടുകൂടി ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ വീടിൻ്റെ ഒരു ആകർഷണത തോന്നി വീണ്ടും ആൾക്കാർ അതേപോലെ ഒരു വീട് പണിയണം എന്ന് പറയുന്നത് തന്നെ വളരെ എനിക്ക് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ അത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീടിൻ്റെ പ്ലാനും അതിൻ്റെ വാസ്തുപരമായിട്ടുള്ള കണക്കുകളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇത് മൊത്തം 51 സെൻറ്റിൽ ഏതാണ്ട് 2519 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ 1582 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോർ ഏരിയ 936 സ്ക്വയർ ഫീറ്റും, അങ്ങനെ 2519 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ. ഇതിൻ്റെ വാസ്തുപരമായി ചുറ്റളവ് പരിശോധിക്കുകയാണെങ്കിൽ 71 കോലാണ് മെയിൻ ബിൽഡിങ്ങും അതിൻ്റെ പൂമുഖം അടക്കമുള്ള കണക്ക് നോക്കുമ്പോൾ 76 കോൽ 8 അங்குലം എന്നുള്ള ഒരു കണക്കിലാണ് അത് കൃത്യമായി ഞാൻ കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദർശനം ഈസ്റ്റിലേക്കാണ്. അതിൻ്റെ ദ്വിജയോനി ഇതിൻ്റെ കണക്ക് വരുമ്പോഴത്തേക്ക് പഞ്ചയോനി അല്ലെങ്കിൽ വൃഷഭയോനിയിലേക്കാണ് അത് കണക്ക് കൊടുത്തിരിക്കുന്നത്. 10 വരവും 5 ചെലവും അങ്ങനെയുള്ള ഏറ്റവും ഉത്തമമായ ഒരു കണക്കിലേക്കാണ് ഈ പ്ലാനിൻ്റെ ചുറ്റളവ് കറക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ പരിശോധിക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന ഒരു പൂമുഖം, അത് കഴിഞ്ഞിട്ട് ഒരു വരാന്ത, ഈ പൂമുഖത്ത് നേരെ ഒരു സെൻട്രൽ ലൈൻ കാണുന്നുണ്ട്, മധ്യസൂത്രം വീട്ടിൻ്റെ സെൻട്രൽ ലൈൻ. അത് നേരെ കയറി മെയിൻ ഡോറ്, അതിൻ്റെ 2 സൈഡിൽ 2 വിൻഡോ,
അത് കഴിഞ്ഞ് വരുന്നതാണ് ഡ്രോയിങ് ഹാള്. ഡ്രോയിങ് ഹാൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇടതുവശത്ത് നമ്മളത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. സ്റ്റെയറോട് കൂടിയുള്ള സ്പേസ്. 2 ബെഡ്റൂം അതേ സൈഡിൽ തന്നെ 2 ബെഡ്റൂം. വലതുവശത്ത് കിച്ചൺ, വർക്ക് ഏരിയ, സ്റ്റോറ്, ഫ്രണ്ടിൽ ഒരു പൂജാമുറി. ഇത്രയാണ് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മൊത്തം ഏരിയ, പിന്നെ സ്പേസ്. നമ്മൾ മെയിൻ ഡോറ് കഴിഞ്ഞ് നേരെ ആദ്യം കാണുന്നത് സ്വീകരണ മുറി അല്ലെങ്കിൽ ഡ്രോയിങ് ഹാളാണ്. അതിൻ്റെ തച്ചുശാസ്ത്ര അളവെന്ന് പറഞ്ഞാൽ 4 കോൽ 14 അங்குലവും 6 കോൽ 2 അங்குലവും എന്നുള്ള കണക്കാണ്. 438 ഇൻറ്റു 330 എന്നുള്ള ചുറ്റളവാണ് ഡ്രോയിങ് ഹാളിലുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ വരുന്നത് അടുത്ത ബെഡ്റൂമാണ്. ആ ബെഡ്റൂം 5 കോൽ 14 അങ്കുലം 4 കോൽ 14, അതിൻ്റെ ചുറ്റളവ് 402 ഇൻറ്റു 330 എന്നുള്ള വാസ്തു അളവാണ്. രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായിട്ട് വരുന്നത് 402 ഇൻറ്റു 330. അതിൻ്റെ കോൽ അളവിൽ പറയുകയാണെങ്കിൽ 4 കോൽ 14 അങ്കുലവും 5 കോൽ 14 അങ്കുലമുള്ള ഒരു ചുറ്റളവാണ് ആ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തത്. അതിലോട് ചേർന്ന് ഒരു ടോയ്ലറ്റും ഡ്രസ് ഏരിയയും ഉണ്ട്. മറ്റേ രണ്ടാമത്തെ ബെഡ്റൂമിൽ അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും ഡ്രസ് ഏരിയയും ഉണ്ട്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ഡൈനിങ് സ്പേസ്. ആ ഡൈനിങ് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയറും വലതുവശത്ത് ഓപ്പൺ ചെയ്ത് പോകുമ്പോൾ മെയിൻ കിച്ചൺ. അതിൻ്റെ അളവെന്ന് പറഞ്ഞത് 5 കോൽ 16 അങ്കുലവും 4 കോൽ 12 അങ്കുലവും എന്ന് വെച്ചാൽ 324 ഇൻറ്റു 408 എന്നുള്ള ഒരു ചുറ്റളവാണ് മെയിൻ കിച്ചണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് കണക്ട് ചെയ്ത് വർക്ക് ഏരിയ ഉണ്ട്. അത് 3 കോൽ 2 അങ്കുലം 2 കോൽ 12 അങ്കുലം എന്നുള്ള ചുറ്റളവാണ് വർക്ക് ഏരിയയ്ക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറിനും അളവ് കൊടുത്തിട്ടുണ്ട്. 1 കോൽ 20 അങ്കുലവും 3 കോൽ 2 അങ്കുലവും എന്നുള്ളൊരു കണക്കിൽ ഒരു സ്റ്റോർ റൂമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഫ്രണ്ടിൽ വരാന്തയോട് വീട്ടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു പൂജാമുറിയുണ്ട്. അത് കണക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 കോൽ 2 അങ്കുലവും 2 കോൽ 10 അങ്കുലവും ഉള്ള ഒരു കണക്കിലാണ് അതിൻ്റെ പൂജാമുറിയിലെ ചുറ്റളവും ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കുമ്പോൾ 936 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഏരിയ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 ബെഡ്റൂമും ഒരു ലിവിങ് സ്പേസ്, ഒരു ബാൽക്കണി, ഇത്രയും പോർഷനാണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളത്. അതിൻ്റെ കണക്കുകളിലേക്ക് നോക്കാം. ഫാമിലി ലിവിങ് 504 ഇൻറ്റു 330 എന്നുള്ള ഇത്തിരി വലിപ്പം സാമാന്യം നല്ല ഒരു ലിവിങ് സ്പേസാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ളത്. അത് കഴിഞ്ഞ് അവിടെ ഒരു 2 ബെഡ്റൂമുണ്ട്. ഒന്ന് 4 കോൽ 14 അങ്കുലം ഉള്ള ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ തൊട്ട് മുകളിൽ. അപ്പം 4, 14, 5, 14 എന്നുള്ള ചുറ്റളവ് 402, 330 എന്നുള്ള കൃത്യമായ വാസ്തു അളവ് അനുസരിച്ചിട്ട് അതിൻ്റെ കണക്ക് ശരിയാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം 300 ഇൻറ്റു 432 എന്നുള്ള കണക്ക് എന്ന് വെച്ചാൽ 4 കോൽ 4 അങ്കുലവും 6 കോൽ എന്നുള്ള ചുറ്റളവിലാണ് അതിൻ്റെ ഈ വാസ്തു അളവ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ബെഡ്റൂം, ഒരു ഫാമിലി ലിവിങ് സ്പേസ്, ഒരു ബാൽക്കണി, ഇത്രയാണ് ഫസ്റ്റ് ഫ്ലോറിൽ പ്രധാനമായിട്ട് കാണിച്ചിരിക്കുന്നത് ഉള്ളത്. ഈ വീടിൻ്റെ വാസ്തുപരമായ പ്ലാനും അതിൻ്റെ കണക്കും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ നിർമ്മാണ ഭംഗിയാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ ഇതേപോലെ ഒരു വീട് പണിത് ആറ്റിങ്ങലിനടുത്ത് പണിത ഒരു വീട്ടിൻ്റെ അത് ഇഷ്ടപ്പെട്ടതാണ്. ആ രീതിയിൽ തന്നെ ഒരു വീട് തന്നെ വേണമെന്ന് അതിൻ്റെ വീട്ടുടമസ്ഥൻ പിന്നെ പറയുകയും അതിനനുസരിച്ച് പരമാവധി ആ രീതിയിലുള്ള ഒരു എലിവേഷൻ വരത്തക്ക രീതിയിൽ അവരുടെ സൗകര്യങ്ങൾ നോക്കി പ്ലാനിൽ ചെറിയ മാറ്റങ്ങളോടുകൂടി അത് ചെയ്തു കൊടുത്തു. ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് 2 വീടും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന്, ഞാൻ നേരത്തെ കാണിച്ച വീട് അതിൻ്റെ ചാരുപടിയും പിന്നെ മറ്റ് പല പാർട്ടുകളും തേക്കും തടിയിൽ കുറച്ചുകൂടി റിച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആ ചാരുപടിയൊക്കെ ഒരു സിമെൻറ്റിൽ ചെയ്ത് പെയിൻറ് ചെയ്ത ഒരു ലെവൽ, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ 2 വീടിൻ്റെയും നിർമ്മാണ ശൈലിയൊക്കെ ഒന്ന് തന്നെയാണെങ്കിലും അതിന് യൂസ് ചെയ്തിരിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ ചെറിയ വേരിയേഷൻ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എലിവേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2 വീടും നമ്മൾ പഴയതും പുതിയതും, ഞാൻ എന്ന് വെച്ചാൽ ആദ്യം ചെയ്ത വീടും ഈ വീടും നമ്മൾ പരസ്പരം ഒന്ന് താരതമ്യപ്പെടുത്തി അതിനെ വിലയിരുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്ത ആ ഒരു വീടിൻ്റെ അതേ എലിവേഷൻ വരത്തക്ക രീതിയിലാണ് ഈ രണ്ടാമത്തെ വീട് ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നത്.
അത് നിങ്ങളുടെ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ നിർമ്മാണ ശൈലി 2 സ്ഥലത്ത് ചെയ്തപ്പോഴും അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ അതിനകത്ത് പ്രകടമായിട്ട് കാണാനുണ്ട്. പിന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പിങ്ങും ഇവർ കുറച്ച് കൂടുതൽ ക്രൗഡായിട്ടുള്ള ചെടികളൊക്കെ വെച്ച് ഉള്ളത് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏതായാലും പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു നല്ല വീട് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ഒരു 10-50 സെൻറ്റിനകത്ത് വളരെ വിശാലമായ ഒരു മുറ്റത്തോടു കൂടി നല്ലൊരു വീടാണ് ഞാനിത് പൂർത്തിയാക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. വർക്കിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നമ്മൾ താരതമ്യപ്പെടുത്തും പില്ലേഴ്സ് നമ്മൾ ഇതിനകത്ത് ചുറ്റും 4 ചുറ്റും പില്ലേഴ്സ് കൊടുത്ത് അത് പെയിൻറ്റിങ് കൊടുത്ത് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മുഖപ്പുകൾ അതിനകത്ത് പ്ലാനിലും അതിൻ്റെ കൺസ്ട്രക്ഷനിലും രണ്ടെണ്ണത്തിലും ഒന്നിലും മരം കൊണ്ടാണ് കംപ്ലീറ്റ് ഇത് ഗേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ സിമെൻറ്റിൽ ചെയ്ത ആ ഒരു വ്യത്യാസം, ചാരുപടി അതുപോലെ തന്നെ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും പൊതുവെ പറഞ്ഞാൽ ഒരു നല്ല വീട്, കേരളീയ തനിമയോട് കൂടിയുള്ള ഒരു വീട് എല്ലാ സൗകര്യങ്ങളും കൂടി ഞാൻ ചെയ്ത് പൂർത്തിയാക്കിയതാണ്. അതിൻ്റെ മെയിൻ ഡോർ നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ആ ഒരു ട്രഡീഷണാലിറ്റി, നമ്മുടെ പഴയ പാരമ്പര്യ വീട്ടിൻ്റെ, നമ്മുടെ പഴയ മനയുടെയൊക്കെ ഒരു വീട്ടിൻ്റെ ഇത് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു മെയിൻ ഡോറ്, അതിൻ്റെ അകവശം അതുപോലെ ഭംഗിയായിട്ട് നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് ഒരു പൂർത്തിയാക്കിയ ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതിൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി പറയുന്നു. എൻ്റെ ഈ പ്രോഗ്രാം കാണുന്നവർ തീർച്ചയായിട്ടും ആദ്യമായിട്ട് കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യും. വീണ്ടും വീണ്ടും ഈ വീഡിയോകൾ ഇടാനായിട്ട് എനിക്കൊരു പ്രോത്സാഹനം തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.